ഞാൻ കേട്ടിട്ടുണ്ട് ഈ നേരത്തെ തന്നെ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു സീരീസിന്റെ എഡിറ്റിലായിരുന്നു ഫ്രണ്ടിന്റെ കൂടെ നോട്ട് ഫിറ്റ് എന്നുള്ള പേരില് ഇറ്റ്സ് അബൌട്ട് സ്ട്രഗ്ലിംഗ് ആക്ടേഴ്സ്. ആ സമയത്ത് 2014-15 കാലഘട്ടത്തില് ഈ സീരീസ് ഒന്നും ഉണ്ട്, ഗെയിം ഓഫ് ത്രോൺസ് ഉണ്ട് അപ്പുറത്ത്, അല്ലെങ്കിൽ ഷെർലക് ഹോംസിന്റെ സീരീസ് ഒക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ മറ്റേ ഈ ടൊറന്റിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അന്ന് കാലത്ത് തന്നെ സീരീസിനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്താൽ വർക്ക് ആവുന്ന ആലോചിക്കുക, ആ ഐഡിയ ഒക്കെ ഇപ്പൊ എങ്ങനെയാ വന്നത്? ഞാൻ ആദ്യം ചാനൽ വിയിലൊക്കെയാണ് അത് പിച്ച് ചെയ്ത്, ബോംബെയിൽ പോയിട്ട് ചാനൽ വിയിൽ പോയി പിച്ച് ചെയ്ത്. ഞാൻ വിചാരിച്ചു അവർക്ക് ചിലപ്പോൾ അത് ഒരു സീരീസ് പോലെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല ആ സമയത്ത് ഇന്ത്യയിൽ. അതാ ഞാൻ ചോദിക്കുന്നത്. അതെ അതെ. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ ഗ്രാമർ ഒക്കെ റോങ് ആണെന്ന് പറഞ്ഞു. ഇത് ഗ്രാമർ ഒന്നും ശരിയല്ല. ഗ്രാമർ ഇൻ ദ സെൻസ് അത് നമ്മുടെ അത് മോക്യുമെന്ററി ഫോർമാറ്റ് ആണ്. മോക്യുമെന്ററി എന്ന് വെച്ചാൽ ഡോക്യുമെന്ററി പോലെ ഇരിക്കും, പക്ഷെ ഫിക്ഷൻ ആണ്. പക്ഷെ അത് കണ്ട തോന്നുന്നു ഡോക്യുമെന്ററി ആണ്. അത് മോക്യുമെന്ററി കോമഡിയാണ്. അത് അവർക്ക് അതിന്റെ ഫോർമാറ്റിന്റെ കയ്യില്ല. അവർ പറഞ്ഞു ഇതിന്റെ ഗ്രാമർ ഒക്കെ കറക്റ്റ് അല്ല. പിന്നെ ഫൈനലി ഡൈസ് മീഡിയ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രൊഡക്ഷൻ, ഡൈസ് മീഡിയ ആണ് അത് ഫൈനലി പ്രൊഡ്യൂസ് ചെയ്തത്. അവരുടെ അത് ഫസ്റ്റ് സീരീസ് ആയിരുന്നു. അവരുടെ ഫസ്റ്റ് സീരീസ് ആയിരുന്നു അത്. പിന്നെ TVF അതിനെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് അത്. അപ്പൊ ആ സമയത്ത് പറയണ്ടായിരുന്നു ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കമന്റ് ഇൻ ഓൾ ദി സ്പിയേഴ്സ് ഓഫ് ഫിലിം മേക്കിംഗ് ലൈക്ക് കമൽ ഹാസൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ ഉള്ളില്? ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ആക്ടിങ്ങിൽ തന്നെ എനിക്ക് വാസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോ ആസ് എ റൈറ്റർ ഡയറക്ടർ എത്രത്തോളം എനിക്ക് അതില് സ്റ്റാമിനയും എനർജിയും കൊടുക്കാൻ പറ്റും അത് ഉണ്ട്. എല്ലാം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആക്ച്വലി ലൈക്ക് കമൽഹാസൻ അത് ഭയങ്കര വലിയൊരു നേട്ടമായിരിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോ ശരിക്കും ഇതുപോലത്തെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്. അതൊരു എസ്കേപ്പിസം അല്ലേ? അപ്പൊ അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ കിട്ടിയ എനിക്ക് അഭിനയിച്ചും അതിന്റെ ഒരു സുഖം എടുക്കാം. അപ്പോ അതുണ്ട്. പക്ഷെ സംതിങ് ദാറ്റ് I keep considering only. Okay. പക്ഷെ നമുക്കിപ്പോ സുദേവ് കണ്ടിട്ടുള്ള ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമ, ആ സിനിമ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ഇപ്പൊ കമൽഹാസൻ സാറിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അദ്ദേഹം റോഷമാൻ കാണുന്നു, അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുന്നു, ഇത് എവിടെയെങ്കിലും ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യണം ആഗ്രഹിച്ച് എഴുതിയതാണ് വിർമാണ്ടി. വിർമാണ്ടിയിൽ റോഷമാൻ എഫക്ട് ആദ്യമായിട്ട് പ്രോബബ്ലി വർക്ക് ആവുന്ന ഒരു സിനിമയാണ്. മുമ്പ് ചില ബംഗാളി സിനിമകളിൽ വന്നെങ്കിലും റോഷമാൻ എഫക്ട് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ വരുന്നത് വിർമാണ്ടിയിലാണ്. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, അതിനെ പറ്റി ആലോചിച്ചത്. അത് കറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ കൺവിൻസ് ആയി. ഓൺ ദ ഫെൻസ് ആയിരുന്നു ഞാൻ. മറ്റേ സൈഡിലേക്ക് അല്ല, ശരിയാണ്, അങ്ങനെ ഉണ്ട്, ഇതൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോ ഒന്ന് നമ്മുടെ അത് ഫാന്റസി ആണോ റിയാലിറ്റി ആണോ എവിടെയാണ് ലൈൻ നമ്മൾ ഡ്രോ ചെയ്യണോ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ലൈൻ ഡ്രോ ചെയ്തിട്ടില്ല. ഉള്ളിലുണ്ടോ? അങ്ങനെ തീർച്ചയായും ഡയറക്ടറായിട്ട് നേരത്തെ പറഞ്ഞല്ലേ ഈ അർഹതയില്ലാത്ത പണം, അല്ലെങ്കിൽ ആളുകൾക്ക് അർഹതയുണ്ടെന്നാൽ പണം അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ റെക്കറിംഗ് ആയിട്ടുള്ള ഇന്റർവെൽസിൽ സിനിമ ലഭിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വലിയ ധനാഢ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ലാത്ത ഒരാള് എങ്ങനെ അയാൾക്ക് ഒരു സിനിമയും വലിയ പ്രതീക്ഷയാണ്, ഓരോ റിലീസും അയാളുടെ റെസ്യൂമേൽ ആഡ് ചെയ്യാൻ വേണ്ടി കൊതിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടായിരിക്കും. അപ്പം ഇതിനകത്ത് ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടൊരു ആക്ടർ അനുഭവിക്കുന്ന ഒരു മെന്റൽ സ്ട്രഗിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മെന്റൽ സ്പേസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? മെന്റൽ സ്ട്രഗിൾ എന്ന് വെച്ചാൽ മേ ബി എന്റെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണോ നല്ലതാണോ ചീത്തയെന്ന് അറിയില്ല. അങ്ങനെ അതിലെത്ര സിനിമ കിട്ടിയിട്ടില്ല നിരാശകളൊന്നുമില്ല. മേ ബി എല്ലാ കാലത്തും സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നോണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം റിയലിസ്റ്റിക് ആയിട്ട് ഇതൊരു ബിസിനസ് ഓറിയന്റഡ് ഇൻഡസ്ട്രി ആണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റബിൾ ആവണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് വേറെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ് ഈസ് മൈ ജോബ് ടു ഫൈൻഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി എ പാർട്ട് ഓഫ് എ മൂവി. അല്ലാതെ ആരും നമുക്ക് കൊണ്ടുത്തരില്ല. അപ്പൊ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര ഡിസയർ നമ്മൾ അതിലേക്ക് കാണിക്കുന്നുണ്ടോ, അതനുസരിച്ച് റിസൾട്ട് വരും. മേ ബി ഇങ്ങനെ ഒഴുകി പോകുന്ന കൂട്ടത്തിൽ ഇഫ് ഐ എം ഹാപ്പി, ഈ പറയുന്ന മെന്റൽ സ്ട്രഗിൾ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഉറപ്പായിട്ടും നമ്മുടെ വളരെ പേഴ്സണൽ മൊമെന്റ്സിൽ നമുക്ക് സങ്കടം വരാം.
ഷട്ടേഡ് കംപ്ലീറ്റ്ലി ആവില്ല, നമ്മൾ റിക്കവർ ആവും. ബിക്കോസ് നമ്മുടെ ഈ ജേർണി നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. വി ആർ നോട്ട് റിസൾട്ട് ഓറിയന്റഡ്. ഞാൻ അത് ചെയ്താലേ ഹാപ്പി ആവും എന്ന് പറയാ, നമ്മള് പ്രോസസ്സും എന്റെ സ്ട്രഗിളും. കാരണം നമ്മൾ 99 പ്രാവശ്യം തൂക്കും, ഒറ്റ പ്രാവശ്യം ജയിച്ചാൽ മതി. ആ ജയം കഴിഞ്ഞപ്പോ ഈ എക്സൈറ്റ്മെന്റ് പോയി. അപ്പൊ ഈ ജേർണിയിലാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്. ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആകുമ്പോൾ അവിടെയും സ്ട്രഗിൾ ഉണ്ട്. അവിടെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ, പിടിച്ചു നിൽക്കാൻ, സക്സസ് ഉണ്ടാക്കാൻ. അപ്പൊ എല്ലാ കാലത്തും സ്ട്രഗിൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? പുതിയ സ്ട്രഗിളിലേക്ക്. അപ്പൊ ഇവിടെ മര്യാദയ്ക്ക് പഠിച്ചിട്ട് പതുക്കെ പോവാം. അപ്പൊ അവിടെ സ്ട്രഗിൾ പറയും. അപ്പൊ ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം നൗ. അപ്പൊ ഇങ്ങനത്തെ ഒരു സീരീസിന്റെ ഭാഗമാവെന്ന് പറയുന്നത്, ഞാൻ 15 years സിനിമയിൽ നിന്നിട്ട് എന്ത് ചെയ്തിട്ടാണ് ഇത് കിട്ടിയെന്ന് വെച്ചാൽ ഐ ഹാവ് നോ ഐഡിയ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്, എന്ത് ഫോമിൽ യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഏത് റൂട്ടിൽ സഞ്ചരിച്ചാണ് കിട്ടിയ എനിക്കറിയില്ല. സോ നമുക്ക് ഈ റൂട്ട്, സക്സസ് റൂട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബി ഇൻ യുവർ റൂട്ട്. അല്ല, ഇപ്പൊ ഇപ്പോഴും ഒരു ഫസ്റ്റ് ഷോട്ട് നിൽക്കുമ്പോ ഈ സ്വപ്ന സഞ്ചാരിയിൽ ആദ്യ ഷോട്ട് ആലോചിക്കും. അല്ല, ഇപ്പോഴും ടെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സിനിമയും നമുക്ക് പുതിയതാണ്, എല്ലാ ക്യാരക്ടറും പുതിയതാണ്. കാരണം നമ്മൾ ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ 2 സിനിമ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും. കാരണം ആ ക്യൂരിയോസിറ്റിയും ആൻസൈറ്റിയും നമുക്ക്, അല്ല, ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് വേണം ടുവേർഡ്സ് സിനിമ. അല്ലാതെ വെറുതെ ഒരു റൂട്ടീൻ ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പോലെ നമ്മളാകട്ടെ എക്സൈറ്റ്മെന്റും ഇൻട്രസ്റ്റും കാണിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഈസിലി റീപ്ലേസബിൾ ആവും. അപ്പൊ നമ്മൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുക, എക്സൈറ്റഡ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വേറൊരു ഷോർട്ട് കട്ട്സും ഇല്ല. നോ ഷോർട്ട് കട്ട്സ് ടു സക്സസ്. ആ വഴിയിൽ പൊക്കോണ്ടിരിക്കുക. ഇവൻച്വലി എല്ലാം ബോണസ് ആണെന്ന് വിചാരിക്കാം. മലയാള സിനിമയിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഹാപ്പി ആവുക, അത്രേ ഉള്ളൂ. ശ്രീരേഖ ആദ്യ സിനിമ ലഭിക്കുന്ന എൻ്റെ അറിവിൽ ഈ ടിക്ടോക്കിലുണ്ടായ ഭൂമി കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ടിക്ടോക്കിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയേറ്റർ ആയിരുന്നു. ആളുകളെല്ലാവരും ശ്രദ്ധിക്കുന്ന, ശ്രീരേഖയുടെ വീഡിയോ വന്നില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയത് ഇൻസ്റ്റാഗ്രാമിലും റീൽസ് ഉണ്ടാക്കലും ആയി. ഇപ്പൊ റീൽസ് ഉണ്ടാക്കുന്ന ആളുകളെ, ഇപ്പൊ ഹാഷറിനൊക്കെ ബിപിൻ ദാസിനെ പോലുള്ള ആളുകൾ വാഴ 2 പോലെ ഒരു വലിയ സിനിമ, അതിന്റെ ബഡ്ജറ്റ് തന്നെ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ അത്ര തന്നെ ഉണ്ട്. അങ്ങനെയാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. ശ്രീരേഖ എനിക്കറിയാം, ആദ്യ സിനിമ ലഭിച്ചതിന് ശേഷം ആ കണ്ടന്റ് ക്രിയേഷൻ സൈഡ് പതുക്കെ ചവിട്ടിയ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ തിരിച്ചറിയുമ്പോൾ ഇപ്പോഴും ഞാൻ കുറച്ചും കൂടി അങ്ങനെ ചെയ്യണം, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതോ ഈ എന്താണ് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവുന്ന ബൂമിനെ പറ്റി ഉള്ള ഫീലിംഗ്? ഞാന് ആദ്യം മുതൽ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരുപാട് മാറി നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ടിക്ടോക്ക് ആണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, മാറി നിൽക്കുക, അത്രയും ഉണ്ടായിട്ടുള്ളൂ. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ ഒരു ഇതില്ല. എല്ലാവർക്കും കമന്റ് തരുന്നവർക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. എന്റെ ഒരു എനിക്ക് നമുക്കുള്ള ഒരു കഴിവിനെ ഫോക്കസ് ചെയ്യുക, ഷോക്കേസ് ചെയ്യുക, ഇത് മാത്രമാണ് ഞാൻ ടിക്ടോക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമില്, അത് മോശമായിട്ടല്ല പറയുന്നത്, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്. കാരണം പെട്ടെന്ന് തന്നെ അവർക്ക് ഫോക്കസ് കിട്ടുന്നുണ്ട്, ആളുകളുടെ ശ്രദ്ധ കിട്ടുന്നുണ്ട്, ആളുകളുടെ ലൈക്ക് കിട്ടും, കമന്റ് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ വരുന്ന സമയത്തൊന്നും ഇത്രയൊന്നും ഇല്ല. ബേസിക്കലി ഒക്കെ തുടങ്ങി അത് പതുക്കെ ടിക്ടോക്ക് ആയ ടൈമിലാണ്. അപ്പോൾ ഞാൻ 6 വർഷം, ഇപ്പം എനിക്ക് തോന്നുന്നൊരു 6 വർഷം, ഞാൻ 6 വർഷം മുമ്പാണ് വെയിൽ ചെയ്യുന്നത്. അപ്പോൾ വെയിൽ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ആ സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ഫാൻ ഫോളോയിങ്സ് ഉണ്ടായിരുന്നു. 3-3.5 ലക്ഷം ഫോളോയിങ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ നിന്നൊന്നും മാറി നിന്നത്. ഇപ്പം സിനിമ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗ്യാപ്പ് എടുക്കുക, നമുക്കത് കഴിഞ്ഞിട്ട് വരാം എന്നുള്ള രീതിയിൽ. പക്ഷെ ഷൂട്ടിനിടയിലാണ് ഇത് ബാൻ ചെയ്തത്. ടിക്ടോക്ക് ബാൻ ചെയ്തത് ചൈനീസ് ആപ്പ് ആയതുകൊണ്ട് അത് ബാൻ ചെയ്തു പോയി. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ ടിക്ടോക്ക് ഈ ആട് കിടക്കുന്നിടത്ത് കൂടെ പോയി വീണെന്ന് പറയുന്ന പോലെ എന്റെ 3-3.5 ലക്ഷം ഫാൻസും പോയി, ഫോളോവേഴ്സും പോയി, ടിക്ടോക്കും പോയി. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറി, അതിന്റെ ഒരു അൽഗോരിതം മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുൻപ് വെയിലിന് അവാർഡും കൂടെ കിട്ടി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഒരു നമ്മൾ അതിന്റെ കുറച്ച് ഇനാഗുറേഷൻ, കുറച്ച് വർക്കുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ അതുവഴി പോയി. അപ്പോഴും മാറുന്ന എത്തി നോക്കുമ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ മാറിപ്പോയി, നമ്മൾ അറിയുന്നത് പോലെയല്ല ഇപ്പൊ ഇത്. പക്ഷെ അധികം വൈകാതെ പ്രതീക്ഷിക്കാൻ ഞാനും വരും, കംബാക്ക് ഉണ്ടാവും. എന്റെ 3.5 ലക്ഷം എന്റെ പയ്യന്മാരെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റിയൽ കേസിനെ എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയും കൂടി ക്രിയേറ്റ് ചെയ്ത് അതിൽ വെക്കാറുണ്ട്. അതായത് ഈ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് മാത്രം കൊടുക്കാവുന്ന ഒരു നീതിബോധം ഉണ്ടല്ലോ. പക്ഷേ പോലീസ് കുറച്ച് ആളുകളെ എൻകൗണ്ടറിൽ കൊല്ലുന്നു, അത് കിട്ടുമ്പോൾ പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഏരിയ കമ്മട്ടം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ?
അങ്ങനെയല്ല ഇത്. ഇതൊരു ആ അന്വേഷണത്തിന്റെ കൂടെ ഈ പറയുന്ന പ്രേക്ഷകരും മുന്നേ പോകും. ഈ പറയുന്ന പോലെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഒപ്പം തന്നെ പ്രേക്ഷകന് സഞ്ചരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ആ സഞ്ചരിച്ച് എത്തുന്നത് അവർക്ക് എല്ലാവർക്കും വ്യക്തതയോടു കൂടി തന്നെയാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. അപ്പൊ അവര് അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആവും എന്ന് തന്നെയാണ് കരുതുന്നത്.